70,000 ഗ്രാജുവേറ്റ് സീറ്റുകൾ വേക്കൻ്റ് ആണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് മഹാരാജാസ് യൂണിവേഴ്സിറ്റി കോളേജ് അടക്കം. അതൊരു വലിയ കൺസേൺ ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഈ ലിബറൽ എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സയൻസസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന പേരാണ്. സാഹിത്യത്തെ പറ്റി പഠിക്കുന്നു, മാനവിക വിഷയങ്ങളെ പറ്റി പഠിക്കുന്നു, സോഷ്യോളജി, ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്. ഇതിലുള്ള വ്യുൽപ്പത്തി താല്പര്യം ഒരു ജനതയ്ക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജ്ഞാനിക ഭാവി ആ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. നമ്മൾ കാണിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ അക്കാഡമിക് സ്ഥാപനങ്ങൾ എല്ലാം ഏതാണ്ട് ഒരേ മീഡിയോക്കർ ശൈലിയിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് പോയിരിക്കുന്നത്. ഈ 70,000 സീറ്റ് പിന്നെ വേക്കൻ്റായി കിടക്കുന്നു എന്ന് പറയുന്നത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഈ എയ്ഡഡ് എഡ്യൂക്കേഷനും ഗവൺമെൻറ് എഡ്യൂക്കേഷനുമായിട്ട് വലിയൊരു ബജറ്റ് വിഹിതം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഈ സ്ഥിതി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയ്ഡഡ് ടീച്ചേഴ്സിന് കൊടുക്കുന്ന ശമ്പളത്തിന് യാതൊരു അർത്ഥവുമില്ല. ദേ വിൽ ബിക്കം പ്രൊട്ടക്റ്റഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഗവൺമെൻറ് കോളേജുകൾക്ക് പ്രസക്തി ഇല്ലാതാവും. ഇപ്പം ലീഡിങ് കോഴ്സുകൾക്ക് പോലും മഹാരാജാസ് കോളേജിൽ എൻറോൾമെൻ്റ് ഇല്ല. പക്ഷേ തൊട്ടടുത്ത പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ 100% സെൻറ്റം എൻറോൾമെൻ്റ് ആണ്. ഇതേ കോഴ്സിന് സെൻറ്റം എൻറോൾമെൻ്റ് ആണ്. ഇപ്പോൾ ലാംഗ്വേജസ് പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ട് താല്പര്യം കുട്ടികൾ കുറയുകയാണ്. ഇടക്കാലത്തൊന്ന് പൊന്തി വന്നായിരുന്നു. ഇപ്പോൾ പല ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഗവൺമെൻറ് സ്ഥാപനം ഷട്ട് ഡൗൺ ചെയ്യത്തില്ല, കാരണം ഇറ്റ്സ് എ ഫോം ഓഫ് എംപ്ലോയ്മെൻറ്റ്. ദർ ഇസ് നോ കേഡർ റിവ്യൂ, നോ ബഡി ബോദേഴ്സ്. അവിടെ ആ കുട്ടിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പോൾ വേറൊരു ഡേറ്റ ഞാൻ പറഞ്ഞുതരാം. ശ്രീശങ്കര യൂണിവേഴ്സിറ്റി കാലടി വളരെ വിചിത്രമാണ്. അവിടെ 1200 കുട്ടികളും 700 അധ്യാപകരുമായി. ഏറ്റവും കുറഞ്ഞ അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. 2 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ വെച്ചുണ്ട്. പേഴ്സണൽ ട്യൂഷൻ നടത്താം. അവിടെ വേറൊരു തമാശയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ PhDക്ക് എൻറോൾ ചെയ്തിരിക്കുകയാണ്. അതിൽ താഴെ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റിൽ ആരുമില്ല. നേരെ തിരിച്ച് റിവേഴ്സ് വെർട്ടിക്കലാണ് ഇപ്പോൾ. അതെന്താണെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അവിടുന്ന് PhD എടുക്കാനാണ് ഏറ്റവും എളുപ്പം.